സ്ഥാനത്ത് നോക്കിയാലും തോറ്റല്ലേ. ഉമ്മച്ചി ഇതറിഞ്ഞോ ഉമ്മന്റെ കവാലടിച്ച് തിരിക്കും. നിന്റെ ഷോ കാരണമാണ്. നീ നിന്റെ നോക്കിയാണ്. നോക്കങ്ങോട്ട്. എന്റെ പിന്നെ നോക്കാം. കളിക്കാൻ നോക്കടാ. നോക്കണം പിന്നെ ഇരിക്കുമ്പോഴാണ്. വിനായകെ തോക്കണേടാ. ഒന്ന് ചുമ്മാ അതിന് ആവശ്യം. तो उसके साथ ही बन जाए. एक फेल बाकी तीनों पास. वो है നീ സമാധാനപ്പെടാ. നമുക്ക് അടുത്ത വർഷങ്ങളിൽ എഴുതിയെടുക്കാം. നീ കഴിവുള്ളവനല്ലേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ പ്രോത്സാഹനം എനിക്ക് താ. തോറ്റ് തെറിച്ചിറക്കിയാണ് ഇവിടെ. ഇനിയിപ്പോ എങ്ങനെയാടാ കേറി പോണ. तीनों तो चले जाएंगे. അടിപൊളി ഫ്രണ്ട്സ് കേട്ടോ. ഒരു മിനിറ്റ് पहले मैं जाऊंगा. ആ മോനെ ഫ്ലെക്സ് റെഡി ആയിട്ടുണ്ട്. കേട്ടെ ഫസ്റ്റ് കാറിന്റെ ഫ്ലെക്സ് നിങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ മതിയായിരുന്നു. അതെന്താടാ നീ പിന്നെയും തോറ്റാ? ഞാൻ ജയിച്ച്. പിന്നെന്താടാ? അച്ഛാ അതെ ഹാഷർ തോറ്റു. കുഴപ്പമില്ലടാ, വകുപ്പുണ്ടാക്കാം. ശരി അച്ഛാ. ബാനർസ് ഞാനും കൂടെ എഴുതിയെടുത്തിട്ട് നമുക്ക് അടുത്ത വർഷം ഒരുമിച്ച് യുകെക്ക് പോവാല്ലേ? വേണ്ട, ഞങ്ങൾ എന്തായാലും കയറി പോകും. നീ എഴുതിയെടുത്ത് അങ്ങ് വന്നാ മതി. ഒരു വർഷം നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നീ ഇത് എഴുതിയെടുക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. അതെ, ആകെ 3 വിഷയമല്ലേ പോയുള്ളൂ. ഇതൊരു വിഷയമാക്കേണ്ട കാര്യമുണ്ട്. ആകെ ഉള്ളത് 6 വിഷയം. അതിലൊരെണ്ണം പറയാമോ? അതിപ്പോ ഞാൻ എഴുതിയാലേ A+ അടിക്കൂല. അതുകൊണ്ട് അത് വിട്. ബാക്കിയുള്ള 5 വിഷയത്തിൽ 3 എണ്ണം പൊടിച്ചിട്ട് ഇന്ന് വർത്താനം പറയുന്നോടാ. എന്തൊക്കെ ബഹളായിരുന്നു. അവന്റെ ഒരു പോയല്ലോ. നിന്റെ ഉമ്മ ഇവിടെ അരിമണി കൂട്ടണ പോലെ ഉണ്ടാക്കി വെച്ചിട്ടാ നീയൊക്കെ ഇവിടെ ജീവിക്കുന്നത്. അല്ലാതെ നിന്റെ ബാപ്പ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇവിടെ നിന്ന് പോയത്. അവന്റെ ഒരു पापा नहीं है. നല്ല സ്ഥലമാണ്. പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനും പറ്റും. പിന്നെ അവിടെ രാത്രി കുറവാ, പകലാ കൂടുതൽ. 18 മണിക്കൂർ പകലായിരിക്കും. അപ്പൊ എനിക്ക് കൂടുതൽ നേരം ഇരുന്ന് പഠിക്കാനും പറ്റും. ഓ, 18 മണിക്കൂർ ഇരുന്ന് പഠിക്കുമോ? ആ, ഇവിടുത്തെ പകല് പഠിച്ചിട്ട് കാര്യം ഉണ്ടായില്ല. പിന്നെ അവൻ പറയുന്നത് കേട്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്. അതിപ്പോ കഞ്ചാവ് കേസിൽ പിടിച്ചകത്ത് പോയാലും നാട്ടിൽ നിന്ന് മാറി നിൽക്കാം. ഈ വീട് വിറ്റിട്ടാണെങ്കിലും ഇവനെ വിടണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഇത് വാടക വീടായി പോയി. ഉടമസ്ഥനോട് കൂടി ചോദിക്കണ്ടേ? ഇല്ലെങ്കിൽ മോശമല്ലേ? എനിക്കിപ്പൊ തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നടാ. നീ അപ്പൊ UK പോയി എന്ത് ചെയ്യൂടാ? മിസ് ചെയ്യണ്ട, ഞാൻ പോവും യുകെക്ക്. നീ എന്ത് പറഞ്ഞാലും അജിനെ അല പോലേടാ. तीनों दोस्त छोड़ के चले गए. വിനായകെ അജിനെ അല പോലേടാ. എനിക്ക് നാട്ടിക്കാൻ ഒരു സ്നേഹം. ഞാൻ പോവും യുകെക്ക്. നീ എന്ത് പറഞ്ഞാലും ഞാൻ പോവും. അല്ലെ കൂട്ടത്തിൽ എനിക്കല്ലേ ഇംഗ്ലീഷ് അറിയാവൂ. എന്റെ പൊന്ന് ഹാജര ഒന്ന് വെച്ചിട്ട് പോടാ. വിനായകെ അജിനെ അല എനിക്ക് വയ്യളിയോടെ നിൽക്കാൻ. നാട്ടുകാരെല്ലാം ഇടിക്കോളിയാ. ഞാൻ മാത്രം ഓളി എനിക്ക് കച്ചാവ്. വെറുതെ വെറുപ്പിക്കാതെ വെച്ചിട്ട് പോയ ഹാജര. വിനായകെ सबको इरिटेट करने लगे. നീ ആരൊക്കെ പറഞ്ഞാലും ഞാൻ പോവും. മരിച്ചു പോയതിന്റെ വാപ്പ വന്നിട്ട് പോണെന്ന് പറഞ്ഞാൽ ഹാജര ഞാൻ യുകെക്ക് പോവും. എന്റെ പൊന്ന് ഹാജര ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഒന്ന് വെച്ചിട്ട് പോടാ. എനിക്ക് കിടന്നിട്ട് ഉറക്കം. കൈതട്ടി നീ ആ സപ്ലി എങ്ങനെയെങ്കിലും ഒന്ന് എഴുതിയിട്.
ഓവറായിട്ട് പഠിച്ച് ഡോക്ടറൊന്നും ആവാൻ നിൽക്കല്ലേ. ശരി, ഞാൻ ഡോക്ടറോട്ട് ആദ്യം നിന്റെ അച്ഛൻ്റെ ചൊറി മാറ്റി കൊടുക്കാൻ. ഞാൻ ചൊറി മക്കളെ UK എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞത് 10-25,000 രൂപയെങ്കിലും ഇല്ലാതെ പോകാൻ പറ്റുമോ? 25,000 രൂപയാ? എന്തിനെനിക്ക് UK ചെന്നിട്ട് കപ്പലിന് മുട്ടായി മേടിച്ചു പരിപാടിയാണ്. എനിക്ക് തന്നേ പറ്റൂ. ഞാൻ അവിടെ ചെന്ന് പൈസ അടക്കം വീട്ടിക്കോളാം. നീ എന്തോന്ന് വർത്താനല്ലേ ഈ പറയുന്നേ? ലക്ഷങ്ങൾ കടം തരാൻ നമുക്ക് ആരായിരിക്കുന്നേ? ഉമ്മ ഇപ്പൊ എവിടെ ഉണ്ട്? ഉമ്മ എന്തിനു ഓട്ടേ വന്ന? മനസ്സിലായോ? ഒരു ഊബർ വന്നുകൂടായിരുന്നാ? ഉമ്മറിനോട് ഞാൻ പറഞ്ഞതാ മക്കളെ, അവൻ കേൾക്കണ്ട്. ഉമ്മ വാ. ആ തള്ളേം തന്നെ വിളിച്ചില്ലെങ്കിൽ നീയെങ്കിലും എന്നെ കൊസ്കറിനെ ഊക്കേക്ക് പോകുന്ന വിവരം മോൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നു. ഉമ്മ അറിയില്ലായിരുന്നടാ. സുന്ദരിയുടെ ആ പഴയ ഗ്ലാമറൊക്കെ അങ്ങ് പോയി. ഒന്നും കഴിക്കുന്നില്ലേ? അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആരാ? ഞാൻ UK പോയാലും ഉമ്മ ഇവിടെ തന്നെ താമസിക്കണം. ഒരുപാട് ദിവസം താമസിക്കണം കേട്ടാ. കഞ്ചാവ് ചേർക്കാൻ രക്ഷ കയറി. ഇതാണ് ഉമ്മയുടെ റൂം. कैसे खुश कर रहा कहने देख रहा हूँ എത്ര നാളെ ഞാൻ ഉമ്മച്ചിയെ കണ്ടിട്ട്. ഞാൻ ഒന്ന് സ്നേഹിക്കട്ടെ. പിന്നെ ഈ കമ്മല് പുതിയതാ? ഇത് പഴയത് നിന്റെ ഉപ്പുള്ളപ്പോ വാങ്ങി തന്നത്. മാല പുതിയതാ. 20 സെന്റ് എഴുതി കൊടുത്തപ്പോ ഉമ്മറ് വാങ്ങി തന്നത്. नकली എല്ലാം കൂടി ഒരു 7-8 പവൻ കാണുമല്ലേ സുന്ദരി? കേട്ടോ, വാക്ക് എവിടെ പോയി? 23 പവനും 2.5 ഗ്രാമും. सिद्धार्थ से हो रहा है നിന്റെ പുഴുത്ത നാവുകൊണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത്. 14 വർഷമായി ഇവൻ ഈ വീടിന്റെ പടി ചവിട്ടിയിട്ട്. ഇപ്പൊ കേറി വന്നിരിക്കുന്നു സഹായം ചോദിച്ചോണ്ട്. നാണമില്ലാത്ത നാറി. इसका अपना आवाज अच्छा ഈ വീട്ടിൽ കയറി പോകാറുണ്ട് നിങ്ങൾ തന്നെയല്ലേ? ആ അത് ഞാനാ പറഞ്ഞു. ഇവനെ ഈ വീട്ടിൽ കേട്ടില്ലെന്ന് വെച്ച് ആരും ഒരു കുറ്റവും പറയുന്നു. മനുഷ്യന് ആവശ്യത്തിന് ഉപയോഗിക്കാനല്ലേ സ്വത്തും പണമൊക്കെ. അന്നെൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാശില്ലാത്തതുകൊണ്ടാണ് ഞാൻ വസ്തുവിൻ്റെ വീതം ചോദിച്ചത്. എന്നിട്ട് നിങ്ങൾ തന്നോ? അന്ന് എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ അവളിപ്പോഴും ജീവനോടുണ്ടായിരുന്നേനെ. ഇന്ന് അതുപോലെ ഒരു ആവശ്യം വന്നുകൊണ്ടാണ് നിങ്ങളുടെ കാല് പിടിക്കാൻ വന്നത്. എനിക്ക് ചോദിക്കാനായിട്ട് എൻ്റേത് പറയാൻ ഇനി വേറെ ആരുമില്ല. ഈ തവണയെങ്കിലും എന്നൊന്ന് സഹായിക്കണം. ഈ കള്ളം കഞ്ചാവ് അടിച്ചെടുക്കുന്ന ചെറുക്കിന് വേണ്ടി തെണ്ടാൻ നിനക്ക് നാണമില്ലാടാ. ഇവനൊക്കെ എത്ര क्या പിടിപ്പിച്ചു? बोला उसके बेटे के लिए അതെങ്ങനെയാ? നിന്റെ അല്ലേ വിത്ത് എങ്ങനെ ഗുണം പിടിക്കാനാ? അതെ, കാര്യം ശരിയാണ്. നിങ്ങളെൻ്റെ ചേട്ടനാണ്. എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. പക്ഷെ എൻ്റെ മോനെ പറയരുത്. അതെനിക്ക് സഹിക്കില്ല. നിങ്ങളുടെ സ്വത്തും പണമൊന്നും എനിക്ക് വേണ്ട. എനിക്കുള്ളതൊക്കെ വിറ്റിട്ടാണെങ്കിലും ഞാൻ ഇവനെ കയറ്റിവിടും. നിങ്ങൾ കണ്ടോ? വാ. ഇവിടത്തേക്ക് എന്താക്കാൻ നല്ലത്? പുറത്തു പോകുമ്പോ തന്നെ. അതെ അതെ, പക്ഷേ ഈ പൈസയുടെ കാര്യത്തിലാണ് ഒരു അതോക്കാം. നീ എവിടാ? ഇവിടെ ഒരുത്തിന് പുറത്തു പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനാക്കിയത് അങ്ങോട്ട് കേട്ടിവിടാൻ തീരുമാനിച്ചു. ഇവിടെ എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. उसका भाई परेशान हो रहा UK പോകണം. UK പോകാനുള്ള കാശ് അച്ഛനെടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ പെട്ടെന്ന് കയറാൻ പറ്റി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഏർപ്പാടാക്കാം. उसका भाई पता नहीं किस मुसीबत में रह रहा हूँ പോയിക്കോണം. ഞാനൊരുത്തൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുടുംബത്തിൽ വഴിച്ചാക്കുന്നത്. മനസ്സിലായ? സാമ്പാറോളം പറഞ്ഞോളാം. ओ भाई उसका भाई पैसे क्या जाएगा वो 3 को देना कैसे जाएंगे? ये चला गया കാലത്തിനും ദേശത്തിനും അപ്പുറം ഭാഷകൾക്കപ്പുറം
¿Qué hablar? എന്തോന്നാടാ നീ ചെയ്യുന്നേ? അവന്മാർ പോകുമ്പോൾ എന്തെങ്കിലും കൊടുത്തിടണ്ടേ? അതുമല്ല അവന്മാർക്ക് ഭയങ്കര ഇഷ്ടം. അതിന് ഇത്രയും ഉണ്ടാക്കണോ? കുറഞ്ഞത് 1 വർഷമെങ്കിലും ഇരിക്കണ്ടേ? അപ്പോഴേക്കും ഞാനങ്ങ് കയറി ചെല്ലൂല. ഓരോ കഷ്ണങ്ങൾ അവന്മാർ കഴിക്കുമ്പോഴും അവരെന്നെ ആലോചിക്കണം. എങ്ങനെയുണ്ട്? അച്ഛനെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ് ഒരു വിഷമം. അത് ഓർക്കുമ്പോഴാ. അല്ല, നിന്നെ ഒറ്റയ്ക്കാക്കി പോകുന്ന അതിലും വിഷമമാണ്. ഓ എടാ സത്യം. ആശ്രേ, നീ വിഷമിക്കണ്ട. നമ്മളെ സെറ്റ് ഉടനെ നിന്നെ കൊണ്ടുപോവാം. ആ എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, നല്ലതിനല്ലേ. ബ്രോ എന്താണ് ബ്രോ? സജിൻ ബ്രോ ചലാ ഗയാ? സ്വന്തം ബ്രോമാരിയാ അല്ലടാ. ആ പുതിയ സ്ഥലം, പുതിയ ഫ്രണ്ട്സ്. ഇതൊക്കെ നമ്മുടെ ചാൻസ്. കൃഷ്ണൻകുട്ടി, ഇത് മമ്മൂക്കായ, ഇത് Oh, कितने बुढ़े बुढ़े हो. എല്ലാം പുതിയത് നല്ലതിനല്ലേടാ. ബ്രോ എന്നാ കയറി വാ. അപ്പൊ നമ്മൾ വിശദമായിട്ട് വൈകുന്നേരം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ പോയി നീ റെസ്റ്റ് ചെയ്ത്. ഓക്കെ അങ്കിൾ. ഇവിടെ ഒന്നുമില്ല. Only bros. ഇവിടെ ഭയങ്കര വൈബല്ലേ. So call me Benny Bro. Benny Bro. ആ വെരി ഗുഡ്. അപ്പൊ ബ്രോ അടുക്കിന്റെ മുകളിലേക്ക് വലിഞ്ഞു. ഞങ്ങൾക്ക് പറ്റില്ല മൊത്തം. അപ്പൊ നീ ഉഷാറായിട്ട് അടുക്കിന്റെ മുകളിലേക്ക് വലിഞ്ഞു വരുമ്പോ ദൂരട്ടല്ല എൻ്റെ പണി. कैसे रह पाएगा? ബ്രോ ഞങ്ങളൊക്കെ ഇത്തിരി ലഹരി ഉപയോഗിക്കുന്ന കൂട്ടത്തിലാട്ടോ. വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോട്ടോ. അയ്യോ, ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല. നീ എന്തിനാ ചെക്ക് നോക്കി പേടിപ്പിക്കണേ? നിന്റെ വലിയ എടാ ഇത്തിരിയൊക്കെ ലഹരിയൊക്കെ ഒന്ന് നോക്കിയിട്ടെ. ഒന്നുമില്ലെങ്കിൽ അവനൊരു പുരുഷനല്ലേ. സ്വर्ण സൈഡിയോ? ആ പുരുഷൻ. ഓ ആ ഇത് दोनों भी जा रहे हैं? പെട്ടെന്ന് വന്നേക്കണടാ പൊന്നു മോനെ. നീ ഞങ്ങളെ മിസ് ചെയ്യോടാ. ഒരു കിണ ഉറപ്പാനും പറയാം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇടയ്ക്ക് നീ വീട്ടിലേക്കൊക്കെ ഒന്ന് പോണേടാ. ആ പിന്നെ ഇതാടാ, നീ ആശനെ എടുത്ത് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങി. നീ അപ്പൊ ഇതുവരെ മിണ്ടിയില്ലേ? ആ അത് വിട് നീ. അതെ, ഈ പ്ലെയിനിൽ നിന്ന് പലതും കിട്ടും. അതൊന്നും വാങ്ങിച്ച് തിന്നാൻ നിൽക്കരുത്, വെറുതെ വയറ് കേടാവും. ഞാനൊരു 3 കുപ്പി അരിഷ്ടം ബാഗിൽ വെച്ചിട്ടുണ്ട്, അത് കഴിച്ചോളണം. വയറ് നല്ല ശുദ്ധിയാവും കേട്ടോ. പെട്ടെന്ന് ഒരു വന്നേക്കണോ മക്കളെ, ഇതാ അച്ഛനെ കൂടെ ഒന്ന് കെട്ടിപ്പിടിക്കണം. സമയമായി പോലെ ചെല്ല്. മോനെന്തിനാ വിഷമിക്കുന്നേ? അച്ഛൻ കൂടിയില്ലേ, പോയിട്ട് വാ. चलाइए. ये अकेला छोड़ गया. ഇതാ ആശ്രേ, എടാ പെട്ടെന്ന് കേസ് എടുത്തോണ്ട് വരൂ. എടാ, എനിക്ക് വിഷമൊന്നുമില്ലടാ. ഒരു സാധനം തരാനാ, വാടാ. എന്ത് പറ്റിയടാ? क्या दे रहा हूँ? ചിലപ്പം അവന്റെ കൂളിംഗ് ഗ്ലാസോ മാലെന്തോ തരാനായിരിക്കും. എന്നിട്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ വാടാ. അതെ ഡാളിയ ലഗേജിന് ഭയങ്കര വെയിറ്റ്. ഇത് നീ കൊണ്ടുപോ. പെട്ടെന്ന് പിടി, അതിന് സമയമായി. अरे जिसने बनाया था. अबे
उसका गिफ्ट वापस कर दिया. ആ സ്വർണ്ണമൊന്നും ഇല്ലാതെ അങ്ങോട്ട് ചെന്ന് ആ ഉമ്മർ എന്നെ വീട്ടിൽ കയറ്റിട്ട് ओ भाई सोना ले गया उसको अपनी दादी का. പിന്നെ അവനിങ്ങ് തിരിച്ചെത്തിയ അപ്പൊ തന്നെ എടുത്തു തരും. അവൻ എന്ന് വരും അത് ക്ലാസ് കഴിയുമ്പോൾ ओ भाई 400. कब तक तो നല്ല തണുപ്പല്ലേ? കൊള്ളാം. രണ്ടുപേർക്ക് ഒരിടത്തായിരുന്നേ കൊള്ളായിരുന്നു. വലിയ ദൂരമൊന്നുമില്ലെന്നാ ഇവര് പറയുന്നേ. ഭാഷയാണൊരു വിഷയം. നിനക്ക് പിന്നെ ഇംഗ്ലീഷിന് B+ ഉള്ളതുകൊണ്ട് കുഴപ്പം കാണൂലല്ലേ? B+ഉം ബിയും തമ്മിൽ എന്താണ് വ്യത്യാസം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നാട്ടിന്റെ ആവശ്യമൊന്നും ഇല്ല. കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. പോക്കറി കാണിച്ചിട്ടായാലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ പരീക്ഷയ്ക്ക് പോക്കറി വരെ ചോദിക്കും. എടാ അതിന് നമ്മളെ ക്ലാസ്സിൽ ഫുള്ള് ഫോറിനേഴ്സ് അല്ലേ? ഇംഗ്ലീഷൊക്കെ നമ്മൾ ഈസി ആയിട്ട് പഠിക്കും. നമ്മൾ പൊളിക്കും. UK നമ്മുടെ अलग अलग जा रहे हैं. വിളിക്കേ. അവിടെ ചെന്ന വലിയ കോളേജും സൂപ്പർ സൗകര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ ഇവിടെ ഏതെങ്കിലും ഊള ട്യൂഷൻ സെന്ററിൽ നിന്റെയൊക്കെ ट्यूशन ज्वाइन कर रहा है. ओ अच्छा पढ़ाई के लिए जा रहे हैं. अच्छा ये काम के लिए गया. ക്ലാസ്സിലൊക്കെ നിറച്ച് ബ്രിട്ടീഷുകാർ പെണ്ണുങ്ങളായിരിക്കും. എനിക്കൂടെ ആരെങ്കിലും ഒന്ന് സെറ്റാക്കി തരണേടാ. താങ്ക് യു. सारे भी इंडियन ही हो. अरे ഹാപ്പി അല്ലേ? ഹോം സിക്നസ് ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ നാട് പോലെ തന്നെയാ. ഇവരെല്ലാം നമ്മുടെ പിള്ളേർ. ഇവിടെ ഇങ്ങനെ തന്നെ. There are different theories about social moments. The ट्यूशन में पढ़ रहा है. important theories on social moments. ये कोई और लड़की आ गया है. अच्छा वही लड़की है तो शायद. ആശിറേ, സാറേ എനിക്ക് മൂത്രം ഒഴിക്കാൻ പോണം. വരുന്നേ. ഇത് പ്രശ്നമുണ്ട് സാറേ. മര്യാദയ്ക്ക് ഇരുന്നോ. അപ്പൊ നമ്മളെന്താ പറയുക? Second one is manicure persons. घुसा गया. ओह ये टीचर बन गए. वो स्टूडेंट ही आ गए. अब देखो जो पीछे. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ശരിക്കും കയ്യിൽ പോയി. നിനക്ക് എന്നെ ഇഷ്ടവും ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിലൊന്നും പോയി ചാർത്തില്ലായിരുന്നു. എല്ലാം നീന്തലിക്ക് ഒരു പെണ്ണില്ലാത്തതിന്റെ കുഴപ്പം. तो बाद में नहीं करती बस. പടച്ചവന്റെ ഓരോ കളികളെ. അല്ലെങ്കിൽ ഞാനും നീ ഒരേ സ്ഥലത്ത് വരൂലല്ലോ അല്ലേ? പക്ഷെ ഞാൻ പഠിപ്പിക്കാവുന്നതാ. നീയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഫി അടിക്കാൻ പോയാലോ? എനിക്ക് കോളേജിൽ പോകണം. चले गए. ഈ കിട്ടുന്ന സമയം വല്ല നീ പഠിക്കാൻ നോക്ക്. കോഫിയും കുടിച്ച് നടക്കാണ്ട്. इंसल्ट हो गया उसकी. എപ്പോ വേണേലും കാണാടാ. ഇവിടെ നിന്ന് 12 മൈലേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പോയിട്ട് വരാം. പക്ഷെ ഇവിടുന്ന് 8514 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഗൂഗിൾ നോക്കി. ഒരു വല്ലാത്തൊരു നോട്ടം ആയിപ്പോയി. നിനക്ക് വയ്യടാ ആശ്രേ. മാം ജോബ് വേക്കൻസി ഹിയർ 100% ഹാർഡ് വർക്ക് മാം. No jobs for Indians. Get out. Oh. I eat vegetable. I know vegetable. I sell vegetable. Thank you. वो जॉब ढूंढते दोनों पढ़ाई के साथ I साथ. know. I work 100% sure. Sorry, no, get out. Ma'am, I'm good cookaholic. What? Cookaholic. You idiot. Get out. ഇത്ര ദിവസം കൊണ്ടാ ജോലിക്ക് വേണ്ടി കിടന്ന് ഓടുന്നു. ഇനിയും ജോലി കിട്ടില്ലെങ്കിൽ നമ്മൾ പെടും. കയ്യിലാണെ 5 പൈസ ഇല്ല. ഇനി എന്തോന്നും പറഞ്ഞ് വീട്ടിൽ പൈസ പോയിക്കും. ഇന്ത്യക്കാരെ കാണുമ്പോഴേ ഓടിച്ച് വിടിയല്ലേ.